ഹായ്, ഞാൻ സ്വീറ്റി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ള ബട്ടർഫ്ലൈസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാറുണ്ട്, ഈ വാളിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ബട്ടർഫ്ലൈസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും, പിന്നെ ഇത് പെട്ടെന്നൊന്നും കേടും വരില്ല. അപ്പോൾ അത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈസ് നമ്മൾ ഗാർഡൻ്റെ ഇടയിലൊക്കെ വെക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു റിയലിസ്റ്റിക് ബട്ടർഫ്ലൈസ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഏതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പെപ്സിയുടെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് എടുത്ത് മാറ്റണം. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ നടുക്കിലുള്ള ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഡിസൈൻ ഉള്ള കാരണം നമുക്ക് അവിടെ ബട്ടർഫ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഷീറ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബോട്ടിലിൽ നിന്ന് 2 ബട്ടർഫ്ലൈസാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് 2ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ട്രേസ് അല്ലെങ്കിൽ വരച്ചാലും മതിയാവും. നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കിത് ജെറോക്സ് കോപ്പി എടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് വരച്ചെടുത്തതാണ്. ഇനി നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കളർ ചെയ്തെടുക്കാം. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് കളർ നമുക്ക് എടുക്കാം. ഈ ബട്ടർഫ്ലൈയുടെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് ഈ ഓറഞ്ച് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. പുറത്തേക്കൊന്നും പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ എല്ലാ ഭാഗത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് യെല്ലോ കളറാണ്. യെല്ലോ കളർ എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കാം ഈ ഒരു ബട്ടർഫ്ലൈക്ക്. നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നമ്മുടെ ബട്ടർഫ്ലൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ചെറിയൊരു ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് അക്രിലിക് കളറാണ്. പിന്നെ നമ്മളൊരു ഔട്ട്ലൈൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബട്ടർഫ്ലൈയുടെ എല്ലാ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ കൊടുക്കാം.
അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് അക്രലിക് കളറാണ്. ഈ ഒരു വൈറ്റ് കളറ് നമ്മളൊരു ഔട്ട്ലൈൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ഡോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈറ്റ് കളർ ഡോട്ട്സ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള ബട്ടർഫ്ലൈസിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ വൈറ്റ് ഡോട്ട്സ്. അപ്പോൾ അതുപോലെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഈ പെയിൻറ്റിൻ്റെ മേലെ തട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇളകി പോരും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേസ് ചെയ്തതിന് ശേഷം തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പെയിൻറ്റ് ഇളകി പോരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കായാലും നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ പെയിൻറ്റ് ഇളകി പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ യെല്ലോ കളറിലാണ് നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വൈറ്റ് കളറ് ഡോട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ റെഡ് കളറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓറഞ്ച് കളറിലും പിന്നെ ബ്ലൂ കളർ, യെല്ലോ കളർ, ഈ ഒരു കളേഴ്സിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് പെയിൻറ്റ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കുള്ള ബട്ടർഫ്ലൈസ് നമ്മുടെ ഗാർഡനിലൊക്കെ വന്നിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വെറുതെ കളയാതെ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കിത് വാൾസിലൊക്കെ ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾക്കിത് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഗാർഡനിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വീസിൻ്റെ ഇടയിലൊക്കെ വെക്കാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്